ശാന്തി. ഏകാഗ്രതയോടെ ഞാൻ മസ്തക മധ്യത്തിലേക്ക് ശ്രദ്ധിക്കുന്നു. ഒരു പ്രകാശിക്കുന്ന ജ്യോതിപുഞ്ചം, അത് ഞാനാണ്. ഞാൻ ഈ ദേഹത്തിൽ നിന്നും വേറിട്ട വിദേഹി ആത്മാവാണ്. ഞാൻ ആത്മാ ശാന്തമാണ്, ശുദ്ധമാണ്. ആത്മിക സ്വരൂപത്തിൽ സ്ഥിതമായി മഹാജ്യോതി ശുബാബയെ എൻ്റെ ദിവ്യ നേത്രത്തിനു മുന്നിൽ കാണുന്നു. ബാബയുടെ സാമീപ്യം ഞാൻ അനുഭവം ചെയ്യുന്നു. ബാബയോട് വയർലെസ് കണക്ഷൻ്റെ അനുഭൂതി ചെയ്യുന്നു. സ്വയം തന്നിലേക്ക് പരമാത്മാ ശക്തികളുടെ കറന്റ് അനുഭവപ്പെടുന്നു. ഞാൻ പരമാത്മാ ശക്തികളാൽ സമ്പന്നമാകുന്നു, ഭർപൂറാകുന്നു. പവിത്രതയുടെ ശക്തിയാൽ നിറഞ്ഞു കവിയുന്നു. ശുദ്ധവൃത്തിയിലൂടെ, ശുഭഭാവനയിലൂടെ സർവരെയും പരിവർത്തനം ചെയ്യുന്ന ശക്തി എന്നിലുണ്ട്. ദയാസാഗര ബാബ സമാനം ഞാൻ മാസ്റ്റർ ദയാസാഗരനാണ്. സർവ ആത്മാക്കളുടെയും പ്രതി ഞാൻ ശുഭഭാവനയും ശുഭകാമനയും വെക്കുന്നു. സർവരുടെയും പ്രതി ആത്മീയ സ്നേഹമുണ്ട്, ദയാഭാവമുണ്ട്. ബാബ് സമാനം മാസ്റ്റർ ദയാസാഗരനായി എൻ്റെ മുന്നിൽ ഞാൻ ആത്മാക്കളെ ഇമർജ് ചെയ്യുന്നു. ആരുടെ കൂടെയാണോ സംസ്കാരത്തിൻ്റെ കൂട്ടുമുട്ടലുണ്ടാകുന്നത്, നെഗറ്റീവ് ഭാവമുണ്ടാകുന്നത്, വെറുപ്പിൻ്റെ ഭാവന വെക്കുന്നത്, സ്നേഹസാഗര ശുഭാബയിൽ നിന്നും ആത്മീയ സ്നേഹത്തിൻ്റെ കിരണങ്ങൾ എന്നിലൂടെ ആ ആത്മാക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്നും ആത്മാക്കളുടെ പ്രതി ആശീർവാദങ്ങൾ ഉണ്ടാകുന്നു. സർവരുടെയും മംഗളമുണ്ടാകട്ടെ, സർവരുടെയും നന്മയുണ്ടാകട്ടെ, സർവരും സുഖിയായിരിക്കട്ടെ. എന്ത് തന്നെയായാലും ആരുടെയും ദോഷമില്ല. എന്ത് തന്നെയായാലും ഏത് കാരണമായാലും ആ ആത്മാക്കളോട് ഹൃദയത്തിൽ നിന്നും ഞാൻ ക്ഷമയാചിക്കുന്നു. സർവർക്കും വിശാല ഹൃദയത്തോടെ ക്ഷമ നൽകുകയും ചെയ്യുന്നു. സർവ ആത്മാക്കൾക്കും ശുഭഭാവന, ശുഭകാമനയുടെ പ്രകമ്പനങ്ങൾ നൽകുന്നു.
ഇപ്പോൾ എൻ്റെ ദിവ്യ നേത്രത്തിനു മുന്നിൽ വിശ്വത്തിലെ മുഴുവൻ ആത്മാക്കളെയും ഞാൻ ഇമർജ് ചെയ്യുന്നു. സൃഷ്ടി ഗ്ലോബിൽ പ്രകാശിക്കുന്ന അസംഖ്യാത്മാക്കളെ കാണുന്നു, അനുഭവം ചെയ്യുന്നു. പരമധാമത്തിലിരിക്കുന്ന ബാബയിൽ നിന്നും പ്രകമ്പനങ്ങൾ എന്നിൽ സമാവേശമായി ഗ്ലോബിന് മുകളിലുള്ള സർവ ആത്മാക്കൾക്കും പ്രകമ്പനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ലോകത്തിലെ സർവ ആത്മാക്കളും പരമാത്മ സ്നേഹത്താൽ സമ്പന്നമാകുന്നു. എൻ്റെ ഹൃദയത്തിൽ നിന്നും സർവ ആത്മാക്കളുടെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും ഉണ്ടാകുന്നു. സർവരുടെയും കഷ്ടം ദൂരെയാകുന്നു. സർവരുടെയും ജീവിതം നിർവിഘ്നമാവട്ടെ. സർവ ആത്മാക്കളും പരമാത്മാപ്രാപ്തികളാൽ ഭർപൂറാകട്ടെ. സർവരും മുക്തി, ജീവൻ മുക്തിയുടെ സമ്പത്തിന്റെ അധികാരിയാകട്ടെ. സർവരുടെയും മംഗളമുണ്ടാകട്ടെ. നവയുഗത്തിന്റെ രചയിതാവായ ബാബ കുട്ടികളുടെ കൂടെ നവവർഷം ആഘോഷിക്കുന്നു. ബാബ കുട്ടികൾക്ക് വേണ്ടി സ്വർണിമ സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു. എൻ്റെ ബുദ്ധിയിൽ പുതിയ സ്വർണിമ യുഗത്തിൻ്റെ ഓർമ്മ ഉണർത്തുന്നു. പരസ്പരം ശുഭഭാവനയുടെ ശുഭകാമനയുടെ ആശംസകൾ നൽകുന്നു. ഇതിലൂടെ ആത്മാക്കളുടെ സ്വഭാവത്തെ അഥവാ ആത്മാവിൻ്റെ ഭാവത്തെ മാറ്റാൻ സാധിക്കുന്നു. ഓരോ സമയവും ഓരോ ആത്മാവിനും അവിനാശി ആശംസകൾ നൽകിക്കൊണ്ടുപോകുന്നു. അവിനാശി ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെ ആത്മാക്കൾ പരിവർത്തനപ്പെടുക തന്നെ ചെയ്യും. പാപ്പദാദ നിർദ്ദേശം നൽകുകയാണ്. അമൃതവേള മുതൽ രാത്രി വരെ മിച്ചത്തിന്റെ ശേഖരണം വർദ്ധിപ്പിക്കൂ. സമ്പാദ്യത്തിന്റെ ശേഖരണം വർദ്ധിപ്പിക്കൂ. സർവ ഖജാനകളും ശേഖരിക്കാനുള്ള സമയം ഈ സംഗമയുഗമാണ്. ഈ കൊച്ചു യുഗത്തിൽ എത്ര ശേഖരിച്ചോ അതനുസരിച്ച് മുഴുവൻ കൽപ്പവും പ്രാപ്തമായിക്കൊണ്ടിരിക്കും. ഈ ബ്രാഹ്മണ ജീവിതത്തിൽ ശ്രേഷ്ഠതയുടെ ആധാരമാണ് സങ്കല്പത്തിന്റെ ഖജാന, സമയത്തിന്റെ ശക്തികളുടെ ഖജാന, ജ്ഞാനത്തിന്റെ ഖജാന. ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ ശുഭസങ്കല്പത്തിലൂടെ ആത്മാക്കൾക്ക് സഹയോഗം നൽകാൻ സാധിക്കുന്നു. അതിനായി മുഴുവൻ ദിവസത്തിലും ഞാൻ അന്തർമുഖതയുടെ ഭട്ടിയിലിരിക്കുന്നു. സമ്പാദ്യത്തിന്റെ ശേഖരണം വർദ്ധിപ്പിക്കുന്നു. ഇത് സഫലതാഭവയുടെ വർഷമാണെന്ന് ബാപ്ദാദ ഓർമ്മിപ്പിക്കുന്നു.
സഫലതയുടെ ആധാരമാണ് ഓരോ ഖജനാവിനെയും സഫലമാക്കുക. സഫലതയുടെ വരദാനത്തിലൂടെ ബാബയുടെ പ്രത്യക്ഷത സമീപം കൊണ്ടുവരുന്നു. ബ്രാഹ്മണ ജീവിതത്തിൽ സർവ ഖജനാവുകളുടെയും സമ്പന്നതയെ ആത്മാക്കൾക്ക് അനുഭവമാകുന്നു. ഓരോ സെക്കൻഡും, ഓരോ സങ്കല്പവും ശ്വാസവും എന്ത് കടന്നു പോകുന്നുവോ അതെല്ലാം ആഹാ ആഹാ ആകണം. ബാപ്പുദാദ പറയുന്നു, സദാ മുഖത്ത് ആത്മീയതയുടെ പുഞ്ചിരി ഉണ്ടാകണം, സദാ മധുരതയുണ്ടാകണം, ബുദ്ധിയിൽ സദാ ശുഭഭാവന, ദയാഹൃദയ ഭാവന, ദാതാവിൻ്റെ ഭാവന ഉണ്ടാകണം. ഓരോ ചുവടിലും ഫോളോ ഫാദറാകണം. അലസതയും നിരാശയും ബാപ്പുദാദിക്ക് നന്നായി തോന്നുന്നില്ല. എന്ത് സംഭവിച്ചാലും വിശാല ഹൃദയമുള്ളവരായിരിക്കണം, ഉണർവും ഉത്സാഹത്തിലുമിരിക്കണം. ഞാൻ ദൃഢസങ്കല്പത്തോടെ ഓരോ ചുവടും ബാപ്പ് സമാനം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ബാപ്പ് ദാദയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. സേവനത്തിൻ്റെ ഉണർവുത്സാഹത്തിലൂടെ സുരക്ഷയുടെ അനുഭവം ചെയ്യുന്നവരായ മായാജീത് ഭവ. ബാബയോടും സേവനത്തോടും സ്നേഹമുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ധൈര്യത്തിൻ്റെ സഹായം ലഭിക്കുന്നു. അതിലൂടെ സഹജമായി മായാജീത്താകുന്നു. ജ്ഞാനത്തെയും യോഗത്തെയും തൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവമാക്കിക്കൊള്ളൂ. എങ്കിൽ പഴയ സ്വഭാവം മാറിക്കോളും. ഓം ശാന്തി.